നമ്മുടെ കേക്കിന്റെ പേരാണ് റെയിൻബോ കേക്ക്. 2 കപ്പ് മൈദയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ബേക്കിംഗ് പൗഡറാണ്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഈ റേഷ്യോ മാറി. ഇനി നമ്മളത് ഒരു ബൗളിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ചതിന് ശേഷം 2 സ്പൂൺ വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കാം. ഇതുവാനും അതുപോലെ തന്നെ നമ്മുടെ കേക്കിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുട്ട. ഇനി അതിലേക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മൈദയും ബേക്കിംഗ് സോഡയും കൂടി അരിച്ചു വെച്ചാൽ ആ പൊടി നമ്മൾ കുറച്ചേശ്ശായിട്ട് ചേർത്ത് വിസ്ക് വെച്ച് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ റെയിൻബോ കേക്കിന് 6 പീസായിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ നീക്കി വെക്കാൻ കുറച്ച് പൊടി ഇട്ട് വെച്ചിട്ട് നേരെ നമ്മുടെ ഉപ്പിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ് നമുക്ക് ബാക്കിയുള്ള സ്പഞ്ച് കൂടി. അതായത് നമ്മൾ ഒരു കളറാണ് ഉണ്ടാക്കിയെടുത്തത്, റെഡ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ 5 കളർ നമുക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്പഞ്ചും റെഡി ആയിട്ടുണ്ട്. 6 സ്പഞ്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിന്റെ പിണ്ടിയുമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ലെയറും നല്ല ആ ഒരു സെറ്റപ്പിൽ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു തരികളാക്കി ഇട്ട് കൊടുത്തു. നമ്മുടെ കേക്ക് നമ്മൾ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കേക്ക് വെച്ചാൽ എല്ലാ ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനലിന്റെ അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.